ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ല അടിപൊളി റെസിപ്പി ആയാലോ. അതിൽ മധുരക്കറിയുടെ റെസിപ്പി. കാരണം നൈറ്റാണ് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനും ഒക്കെ ഉള്ളൊരു ടൈം കിട്ടുക. ഇതിപ്പോൾ ഞാൻ നൈറ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം ഇക്കാക്കയിലും മക്കൾക്കായാലും രാത്രിയാണ് അവർക്ക് സമയം. എനിക്ക് തോന്നുന്നു മിക്ക ഫാമിലിയിലും അങ്ങനെ തന്നെയാണ്. കാരണം രാവിലെ സ്കൂളിൽ പോകുന്ന മക്കൾ തിരക്ക് പിടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടായിരിക്കും ഓടുന്നത്. അതുപോലെ തന്നെയാണ് ജോലിക്ക് പോകുന്ന ആണുങ്ങളായാലും വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവർ ഇപ്പോൾ ഫുഡൊന്നും പെട്ടെന്ന് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നൈറ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം, സംസാരിക്കാം, ഫുഡുകളൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്തൊക്കെ കഴിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ നൈറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇടിയപ്പം മധുരക്കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ. അപ്പോൾ പഴം ഞാൻ എടുത്തിട്ടുണ്ട്, ഏത്തപ്പഴം, നല്ല പഴുത്ത പഴമാണ്. പിന്നെ തേങ്ങ തിരുവി സെക്കൻഡ് പാലും ഫസ്റ്റ് പാലും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ച പഴം നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് അടിയിൽ പിടിക്കും, അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കാരണം ഞാൻ മധുരം കുറച്ചേ ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്, ഒഴിച്ചിട്ടില്ല. കാരണം ഈ സെക്കൻഡ് പാലിൽ കിടന്ന് വേണം ഈ പഴം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഏലക്കയാണ്. അപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പച്ചപ്പഴം വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല പഴുത്ത പഴം വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പച്ചപ്പഴം വാങ്ങുമ്പോൾ കറ അല്ലാണ്ടങ്ങ് ചവയ്ക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് തിളച്ചതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ കാഷ്നട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ ലാസ്റ്റായിട്ട് ഒഴിക്കുന്നത് കുറച്ച് അരിമാവ് കലക്കി ഒഴിക്കുന്നുണ്ട്. കാരണം കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെങ്കിൽ മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോരി കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്ട്രെച്ചർ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ലൂസായിട്ടായിരിക്കും ഇരിക്കുക. അത് കാരണമാണ് അരിമാവ് ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ കൂട്ടത്തിൽ പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഒറട്ടിയും മധുരക്കറി എന്നാണ് സാധാരണ നിലയിൽ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ഇടിയപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇക്കായ പറഞ്ഞത് കേട്ടോ, ഇടിയപ്പം ഉണ്ടാക്കാം നമുക്ക്. ഒറട്ടിയും മധുരക്കറിയല്ലേ എപ്പോഴും കഴിക്കാറ്, ഇടിയപ്പം എന്നും ഉണ്ടാക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അതിൻ്റെ കൂട്ടത്തിൽ കൊള്ളത്തില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിലും കൊള്ളാം കേട്ടോ. കാരണം നമ്മൾ ഒറട്ടി മാത്രം കഴിച്ചുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ തോന്നി തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. കുട്ടികൾക്കും കഴിക്കാൻ നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.